ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തംബ്നെയിൽസിലൊക്കെ കണ്ടതുപോലെ തന്നെ നെവർ ഹാവ് ഐ എവർ വിത്ത് ChatGPT. അതായത് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ ChatGPT തന്നെയാണ്. കാരണം ഭയങ്കര നമുക്കതിന് ഇഷ്ടമല്ലേ, കാരണം അപ്ഡേറ്റ് നമുക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഹ്യൂമനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതിപ്പോൾ അവരുടെ കുറ്റമൊന്നുമില്ലായിരിക്കും, അവർ വിചാരിക്കുന്ന റിയലിസ്റ്റിക് മാറ്ററിലല്ലായിരിക്കും നമ്മുടെ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൺവേ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നലെന്ന് വെച്ചാൽ നമ്മൾ ChatGPT എന്ത് പറയുന്നു, എനിക്ക് എന്ത് ഇമോഷനാണ്, അതായത് നമുക്ക് എന്ത് ഇമോഷനുണ്ട് അതേ ഇമോഷനിൽ അവർ റിപ്ലൈ തരുന്നുണ്ട്. സോ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഒരാളുമായിട്ട് നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ChatGPT എഡിഷനിൽ ഒരു നെവർ ഹാവ് ഐ എവർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. സോ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ മൊബൈലിൽ ChatGPT ഓഫ് കോഴ്സ് എൻ്റെ എടുത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പറയും. നെവർ ഹാവ് ഐ എവർ ആണ് കളിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയും. അപ്പോൾ ChatGPT ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി പോണത്. സോ നമുക്ക് ChatGPT ചോദിച്ചു നോക്കാം അല്ലേ. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ChatGPT കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കിതിന്ന് നമ്മൾ ടൈം ലിമിറ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പിക്ക് ചെയ്ത് ചോദിക്കാം. നെവർ ഹാവ് ഐ എവർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോറി. നെവർ ഹാവ് ഐ എവർ ഫോളൻ ഇൻ ലവ് വിത്ത് മൈ ഓൺ ആൻസേഴ്സ്. ഐ ഹാവ് കാരണം ഈ എക്സാംസിനൊക്കെ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ട് മാഡംസ് ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അപ്പോൾ സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് എത്രയും വലിയ കഴിവുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഈ കോളേജിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതായത് മാഡംസ് ഐ സ്റ്റിൽ റിമെമ്പർ ഫൗണ്ടേഷനിൽ എന്താണ് അനാട്ടമി ഫിസിയോളജി, അതായത് ഫസ്റ്റ് ഇയർ എന്തോ സമയത്താണെന്ന് തോന്നുന്നു. നമ്മൾ കലോറി മാഡം ഒക്കെ ഉണ്ടായിരുന്ന ടൈമിലാണ്, സ്മിത മാഡം ഒക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പം ആൻസേഴ്സ് എക്സാം ഇട്ടായിരുന്നു. അപ്പം ഡിഫറൻസിൽ പക്ഷെ എന്ത് ടേംസ് ആണ് ഡിഫറൻസിലുള്ളതെന്ന് എനിക്കറിയില്ല, സംഭവം ഞാൻ മറന്നുപോയി. പക്ഷെ എനിക്ക് ഡിഫറൻസിൽ തന്നപ്പോഴത്തേക്കും ഞാൻ എന്തെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ വേർഡ് ഉണ്ടല്ലോ, ആ ഒരു പർട്ടിക്കുലർ വേർഡിന് ഞാനിത് ഇലോബറേറ്റ് ചെയ്ത് അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് ഇത്രത്തോളം വലിയൊരു കഴിവുണ്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഇലാബറേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം, ഒരു വലിയൊരു ലോങ് സ്റ്റോറി കണക്ക് തന്നെ എഴുതി വെച്ച്. എന്നുവെച്ചാൽ ഇതൊക്കെ ഫുൾ പൊട്ടത്തരാണ് കേട്ടോ. സാധാരണ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ മാഡംസിന് മനസ്സിലാവും. എന്നുവെച്ചാൽ അവരിങ്ങനെ വെട്ടിയിട്ട് 0 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് വിടും. ചില സമയത്ത് ഇങ്ങനെ തള്ളുന്ന ടൈമിൽ മാഡംസ് തന്നെ എന്ത് ചെയ്യുന്ന അറിയാവോ, ഇതേ കണക്ക് വെച്ച് തരും. എന്താണ് മാർക്ക് ഞാൻ ഇട്ടൊക്കെ തരാറുണ്ട്. കാരണം തള്ളുന്ന ടൈമിൽ എവിടെയൊക്കെ ഒരു കറക്റ്റ് പോയിന്റും വരാറുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു സംഭവം ഓർക്കാൻ, പക്ഷെ കാര്യം പറഞ്ഞത് ക്ലോസ് ബെഡും അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സോറി. അപ്പം സ്മിത മേഡത്തെ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് എൻ്റെ പേപ്പറൊക്കെ എടുത്തിട്ട് വായിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, അതായത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് നേരെ വരുന്ന ടൈമിലുള്ള എക്സാം ആണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ് അറിയായിരിക്കില്ലേ. അപ്പോൾ മാഡം എന്നെ വായിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തും പറയണോ വേണ്ടത് വെച്ചാൽ. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് 2-3 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഗ്ലോറിയൊക്കെ ഉണ്ടായിരുന്നത്, കാരണം ഷീ സ്റ്റിൽ റിമെമ്പേഴ്സ് ദാറ്റ് ആൻസർ. അവർക്ക് ഓർമ്മയുണ്ട്, ആർക്കൊക്കെയോ നയനക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും, ഓർമ്മയുണ്ട്, ആർക്കൊക്കെയോ ഓർമ്മയുണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഇപ്പം എനിക്കൊരു ആൻസർ ഷീറ്റ്, ഇപ്പം എനിക്ക് ചില ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഇതിലൊരു ഞാൻ നോക്കാത്ത ആദ്യമായിട്ടാണ് ആ സമയത്ത് കാണുന്ന ഡിഫറൻസ് ഒക്കെ വരുന്നെങ്കിൽ ഈ സ്കിൽ പെട്ടെന്ന് എനിക്ക് സ്മിത മാമിന് ഓർമ്മ വരും, ഈ ഒരു ഇൻസിഡന്റ് ഓർമ്മ വരും. സോ ഐ ഹാവ് ഫോളൻ ഇൻ ലവ് വിത്ത് മൈ ആൻസേഴ്സ് അറ്റ് ദാറ്റ് ആ ഒരു ടൈമിൽ. പിന്നെ ഞാൻ ഫോളൻ ഇൻ ലവ് ആണെന്ന് ചോദിച്ചാൽ അതൊരു ഇൻസിഡന്റ് ആണ്. അതായത് ഞാൻ ക്രൈസ്നറിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ 5th പഠിച്ചപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് കൊടുക്കും, തേർഡ് ലാംഗ്വേജ് കൊടുക്കും. അപ്പം ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയും തേർഡ് ലാംഗ്വേജ് മലയാളം എടുക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ 8th സ്റ്റാൻഡേർഡ് മുതൽ നമുക്ക് തേർഡ് ലാംഗ്വേജില്ല, സെക്കൻഡ് ലാംഗ്വേജ് മാത്രം എടുത്താൽ മതി, അങ്ങനെ പോകുന്ന ഒരു ടൈം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി വരും. മലയാളം എടുക്കണമെങ്കിൽ പിന്നെ 8th 9th 10th ഫുള്ളി മലയാളം പഠിക്കണം, ഹിന്ദി പഠിക്കേണ്ട ആവശ്യമില്ല, നേരെ തിരിച്ച്. അപ്പോൾ എനിക്കിങ്ങനെ കൺഫ്യൂസ്ഡ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഹിന്ദിയിൽ അന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവും ആൾക്കാർ പറഞ്ഞു, പക്ഷെ തിരിച്ച് പറയാനുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പക്ഷേ രാഷ്ട്രം വരെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് മലയാളം ടീച്ചർ നമുക്ക് എക്സാം ഇട്ടായിരുന്നു. അപ്പോൾ നമുക്ക് പണ്ട് ഇതൊക്കെ പഠിക്കണമല്ലോ, പുരാണങ്ങൾ. അപ്പം ഞാൻ അന്ന് എനിക്ക് മലയാളം എഴുതാൻ കുറച്ച് പ്രശ്നമുള്ള കൂട്ടത്തിലായിരുന്നു ആ ടൈമിൽ. അപ്പം ഞാനിങ്ങനെ എഴുതി വെച്ചിരുന്നു, സൂര്യദേവൻ്റെയും കുന്തി ദേവിയുടെയും മകനാണ് കർണൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാഡം ആദ്യം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. മാഡം അന്നെ വിളിച്ചിട്ട് മാഡം വിചാരിച്ച് ഫാസ്റ്റ് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ 6ൽ പഠിക്കാം.
മാറിപ്പോയതാണെന്ന് വിചാരിച്ചു. അങ്ങനെ മാം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഒന്ന് എഴുതി കാണിക്കും. മീൻസ് അന്ന് ഞാൻ ക്രൈസ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം മാറിപ്പോയതായിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. എഴുതി കാണിക്കുമ്പോൾ ഞാൻ വീണ്ടും ഇന്ത്യക്ക് വരെ ഉണ്ടായെന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പം അവർക്ക് മനസ്സിലായി എനിക്ക് മലയാളം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്ന് മാഡം അടുത്ത് പറഞ്ഞു നന്ദന എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും എന്താണ് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ എടുക്കരുത്. 8th തൊട്ട് നന്ദന എന്തായാലും ഹിന്ദി എടുത്തേ പറ്റൂ എന്നുള്ളത്. പക്ഷെ അന്നോട്ട് ഇന്ന് വരെയും ഹിന്ദി എടുത്തിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി എഴുതാനൊക്കെ. അപ്പം ഒരു ഫോൾ ഇൻ ലവ് വിത്ത് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ 2 ഇൻസിഡൻസ് ആണ് ഓർമ്മ വരുന്നത്. നെവർ ഹാവ് ഐ എവർ പ്രിറ്റൻഡഡ് ടു നോ മലയാളം ഫ്ലുവൻലി ആൻഡ് ഫെയിൽഡ്. ഐ ഹാവ്. ഞാൻ പറഞ്ഞില്ലേ ഈ സെയിം ഇൻസിഡന്റ് അപ്പൊ ഇന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടത് സെയിം ഇൻസിഡന്റ് ആണ്. അത് എനിക്ക് മലയാളം അറിയാം എന്നൊരു നിലയിൽ ഭയങ്കര ഇങ്ങനെ ഇതായിട്ടൊക്കെ നടന്നൊരു കൊച്ചായിരുന്നു. അപ്പോഴാണ് ഒരു ഇൻസിഡന്റ് വരുന്നത്. പക്ഷെ അതിനുശേഷവും പിള്ളേർ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. മീൻസ് 8th ആയപ്പോഴത്തേക്കും എൻ്റെ കൂടെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ കുറേ പേര് മലയാളം എടുത്ത് സ്വിച്ച് ചെയ്ത് പോയി. കാരണം 10th ബോർഡ് എക്സാം വരും അങ്ങനെയൊക്കെ ഒരു പേടിച്ചിട്ട്. പക്ഷെ ഞാൻ സ്റ്റിൽ ഹിന്ദിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നു. കാരണം ഹിന്ദി ഇറ്റ്സ് ഓക്കെ ഫോർ മീ. അപ്പോഴും ഇപ്പോൾ എഴുതാനും കേൾക്കുമ്പോൾ മനസ്സിലാവും, വായിക്കാൻ എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഒരു കോൺവെർസേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അപ്പോഴും ആ 8th ടൈമിലൊക്കെ ഞാൻ പിള്ളേർ പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ, ഞാൻ പറഞ്ഞിരുന്ന എനിക്ക് മലയാളമൊക്കെ പിന്നെ എനിക്ക് മുന്നിലായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഹിന്ദി പഠിക്കണമല്ലോ, ഹിന്ദി രാഷ്ട്രഭാഷയാണ്, ഹിന്ദി പഠിക്കണം. മലയാളമൊക്കെ എനിക്ക് എന്ത് സിമ്പിൾ സീനില്ല. അപ്പം ഞാൻ അത് അറിയാൻ സമയം വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹാവ് ഐ എവർ വിഷ്ഡ് ഹ്യൂമൻസ് ഹാഡ് ആൻ അൺഡു ബട്ടൺ ലൈക്ക് ChatGPT? ഐ ഹാവ് വിഷ്ഡ്. ഒരു അൺഡു ബട്ടൺ നമുക്ക് എപ്പോഴും വേണം എന്ന് എനിക്ക് വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം ഞാനാണെങ്കിലും നമ്മൾ ഹ്യൂമൻസ് ആണെങ്കിലും നമ്മൾ AI അല്ലല്ലോ, അതായത് ഹ്യൂമൻസ് വിൽ കമ്മിറ്റ് മിസ്റ്റേക്സ്. അപ്പം നമുക്കൊരു അൺഡു ബട്ടൺ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത കാര്യം തെറ്റായി പോയെന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത കാര്യം മറ്റുള്ള ആളെ ഹേർട്ട് ചെയ്തെന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു റിഗ്രറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി, അതായത് റിഗ്രറ്റ്ലെസ് ആയിട്ട് നമുക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരു അൺഡു ബട്ടൺ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ChatGPT നമ്മളൊരു ഗൂഗിൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഒരു അൺഡു ബട്ടൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇപ്പം ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ഇടുന്ന എഫക്റ്റിൽ എനിക്ക് ചിലപ്പം ആ ഒരു പോർഷനിൽ ഞാൻ ഇട്ട എഫക്റ്റ് എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് ഇടണതിന് മുമ്പ് ചേരുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അൺഡു അടിച്ചു വിടും. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഹ്യൂമൻസിൻ്റെ അടുക്കും ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെയൊക്കെ ലവബിൾ ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ പോയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെവർ ഹാവ് ഐ എവർ റോസ്റ്റഡ് സംവൺ പൊളൈറ്റ്ലി. ഐ ഹാവ്. കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ചവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് മറ്റു സാധനമുണ്ട്, മറ്റേ ഇന്നർ ഒരു വോയിസ് വരും, വാട്ട് ഇഫ് ഇറ്റ് ഹേർട്സ് ദം, അങ്ങനത്തെ തോട്ടുണ്ട് സാധനം. നമ്മളങ്ങനെ വിചാരിക്കാൻ പാടില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് ആ സാധനം വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, പിന്നെ ചിരിച്ചോണ്ട് എന്നുവെച്ചാൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നത്തില്ല, അത് അവരെ ഹേർട്ട് ചെയ്യുകയാണെന്ന് തോന്നത്തില്ല. അങ്ങനത്തെ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയാം. ഹാവ് ഐ എവർ been asked to write a resignation letter and a love proposal in the same day? Never. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ഒരു ജോബ് പേഴ്സൺ അല്ല. അപ്പം എനിക്ക് റെസിഗ്നേഷൻ ലെറ്റർ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ലവ് ലെറ്റർ എന്ന് പറയാൻ നമ്മളിപ്പം നമ്മൾ പറയണ കണക്ക് നമ്മൾ ജെൻസി 20s ജീവിക്കുന്നത്. അപ്പം ലവ് ലെറ്റേഴ്സ് അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. അപ്പം ഇത് രണ്ടും എഴുതാൻ എനിക്ക് ഒരുമിച്ചൊരു ദിവസം എഴുതാൻ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഐ വിഷ് ആ ഒരു സഫക്ക് മീൻസ് നമുക്കൊരു സൈഡിൽ ഭയങ്കര ഹാപ്പി, നമ്മൾ ഭയങ്കര എന്താണ് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കും, നമ്മളിങ്ങനെ ലെറ്റർ എഴുതാൻ പോകണം. മറ്റൊരു സൈഡിൽ നമ്മുടെ ജോബ് പോകണം, അപ്പം നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പം ആ ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് എന്താണെന്ന് ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. സോ നെവർ. ഓക്കെ, അത് നെവറാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെവർ ഹാവ് ഐ എവർ ബീൻ ടോൾഡ് യു നോ മീ ബെറ്റർ ദാൻ മൈ ഫ്രണ്ട്സ്. നെവർ. ഒന്നാമത്തെ കാര്യം, അങ്ങനെ പറയാനൊരു സിറ്റുവേഷൻ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനേക്കാളും ബെറ്ററായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ ഒരാളുടെ അടുത്തും അങ്ങനെ ഒരു അഷുറൻസ് പറഞ്ഞിട്ടില്ല. പിന്നെ ആർക്കൊക്കെ നമ്മൾ അറിയാമെന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിഞ്ഞൂടാ. മീൻസ് എല്ലാവർക്കും എന്നെ അറിയായിരിക്കും, പക്ഷേ കുറച്ചായിട്ട്. ചിലപ്പോൾ ഒരാൾക്ക് എൻ്റെ ലവബിൾ സൈഡായിരിക്കും അറിയുന്നത്, ചിലപ്പോൾ ഒരാൾക്ക് എൻ്റെ അഗ്രസീവ് സൈഡായിരിക്കും അറിയുന്നത്, ചിലപ്പോൾ ഒരാൾക്ക് എൻ്റെ ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ക്ലോസ് പ്രൈവറ്റ് സർക്കിൾ ഉണ്ട്, സ്മോൾ സർക്കിൾ ഉണ്ട് എനിക്ക്. അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് പോലും അതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇതുവരെ ചിലപ്പം അതിൻ്റെ അഗ്രസീവ്നെസ് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല.
മീൻസ് എല്ലാവർക്കും അപ്പം എൻ്റെ കുറച്ച് കാര്യങ്ങളല്ലേ അറിയാവൂ. പിന്നെ എനിക്ക് എന്നെ ആക്ച്വലി മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് മീ. നമുക്ക് സെൽഫ് ലവ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. കുറച്ച് സെൽഫിഷൊക്കെ ആവണം, അങ്ങനെ ആവണതാണ് നല്ലത് ഇല്ലേ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. നെവർ ഐ സെഡ് ലൈക്ക് ദാറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെവർ ഹാവ് ഐ എവർ ഗിവൻ ആൻസർ ദാറ്റ് മേഡ് സംവൺ ക്രൈ. ഐ ഹാവ് മേ ബി. കാരണം പണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതായത് പണ്ട് ഞാനെന്ന് വെച്ചാൽ ഇപ്പം ആരെങ്കിലും എൻ്റെ അടുത്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമില്ലെങ്കിൽ പോലും അത് സിറ്റ് ബാക്ക് സൈലൻ്റ്ലി അങ്ങനത്തെ സ്വഭാവമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത അറിയുന്ന കാര്യങ്ങൾ എന്നെ വിളിച്ച് പറയാൻ, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എന്നെ നേരിട്ടാണെങ്കിൽ വന്ന് കണ്ട് സംസാരിക്കുമ്പം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാൻ ഞാൻ തിരിച്ച് പറയും. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഹേർട്ട് ആവോ ഇല്ലെന്ന് ഞാൻ നോക്കില്ല. ഇപ്പോൾ അത് കുറച്ച് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ദേ ഡിസേർവ് ഇറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ദേ ഡിസേർവ് ഇറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവരും ചിന്തിക്കുന്നില്ലല്ലോ ഇപ്പോഴത്തേക്കും എനിക്കിത് ഹേർട്ട് ആവുന്നുണ്ടോ ഇല്ലെന്ന്. അപ്പോഴത്തേക്കും നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ, അതായത് നമ്മൾ കുറച്ച് സെൽഫിഷ് ആയിട്ട്, അതായത് കുറച്ച് നമ്മളെ കാര്യം നോക്കി നമുക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്നത് എന്താണോ, നമുക്ക് പറയാൻ ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ പറഞ്ഞ് നമുക്ക് ഹാപ്പി ആവണമെന്നുണ്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ മേ ബി ഞാൻ പറയുന്ന ഉത്തരങ്ങൾ കണ്ടിട്ടോ, അല്ലെ മീൻസ് ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് റിപ്ലൈ കൊടുക്കണം കണ്ടിട്ട് ക്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വിഷമം വന്നിട്ടുണ്ടായിരിക്കാം. എനിക്ക് പേഴ്സണലി ഒരു മുന്നിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. അത്ര വലിയ മറ്റേ കട്ടുള്ള മനസ്സൊന്നുമല്ല എനിക്ക്. നെവർ ഹാവ് ഐ എവർ ആക്ടഡ് ബോൾഡ് ഔട്ട്സൈഡ് ആൻഡ് ക്രൈഡ് ലൈക്ക് എ ബേബി ഇൻസൈഡ്. ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓർമ്മ വരണതായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഞാൻ ചെയ്യാനാണ്. അതായത് നീ ഭയങ്കര ഒന്നിങ്ങനെ ഇമോഷണൽ ഭയങ്കര വീക്കായിട്ട് നീ ഇരിക്കുന്ന ടൈമിലും ഞാൻ ഓക്കെയാണ്, ഞാൻ ബോൾഡാണ്, എനിക്ക് മറ്റേ സീനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മറ്റേ പേടിയൊക്കെ വരുന്ന സിറ്റുവേഷൻസ്, അതായത് ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര പേടിയാണ്. അതായത് ലിറ്ററലി പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും കാണുന്നവര്. പക്ഷെ ഇൻ ഗോസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അതിൽ മറ്റേ പ്രേതം ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും മറ്റേ ലെൻസ് ചെറുതായിട്ട് മറ്റേ ലെൻസ് ഉണ്ടല്ലോ, ആ സീൻ ഇപ്പം കണ്ടാലും ഞാൻ പേടിക്കും. പക്ഷെ എനിക്ക് ഹൊറർ ഫിലിംസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളുടെ പേടിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ കരയും ചെയ്യും. രാത്രിയൊക്കെ അതൊക്കെ സ്വപ്നം കണ്ടെങ്കിൽ വിളിക്കും. നമ്മളന്ന് ടൂർ പോയപ്പോൾ ലാസ്റ്റ് ഡേ നമ്മളിരുന്ന് ബസ്സിൽ ഈ ഗോസ്റ്റ് ഹൗസിന് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സീൻ വന്നപ്പോൾ ഞാൻ വിളിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട്, കാരണം ഓരോ ആൾക്കാർക്കും ഓരോന്നും എക്സ്പ്രസ് ചെയ്യുന്ന പല രീതിയിലല്ലേ. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്കിങ്ങനെ പേടിയാണെന്ന് കാണിക്കാനും പറ്റൂല. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, ഭയങ്കര ബോർഡാണ്, പക്ഷെ ഇതിലൊന്നും പേടിക്കാതിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കാണും. എനിക്ക് കാഞ്ചനെ കാണുമ്പോൾ ഇങ്ങനെ ഓടി കൊണ്ടൊക്കെ പൊത്തിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണില്ല. ആ ഒരു ടൈപ്പാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ ബോൾഡ് അല്ലെങ്കിലും പക്ഷെ ഞാൻ ബോൾഡാണ്, അങ്ങനെയൊക്കെ ഞാൻ കാണിക്കും കേട്ടോ. അതുപോലെ തന്നെ ക്രൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇമോഷണലി ഇങ്ങനെ വീക്കായിട്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് ആരെങ്കിലൊക്കെ വന്നിട്ട് ഓക്കെ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബോൾഡാണ്, ഞാൻ ഓക്കെ ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെ മുഖത്തൂക്കിയൊക്കെ പറയും. നെവർ ഹാവ് ഐ എവർ ബീൻ ദ തെറാപ്പിസ്റ്റ് ഫ്രണ്ട് വിത്ത് സീറോ തെറാപ്പി മൈസെൽഫ്. ഐ ഹാവ്. കാരണം ഞാനിങ്ങനെ ഇവിടെ പൊട്ടിപ്പാളീസായിട്ടൊക്കെ ഇരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട്, അതിപ്പം ഫ്രണ്ട് വന്നിട്ട് അവളുടെ ഒരു വിഷമം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മുടി പിടിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു ജസ്റ്ററാണ്. പക്ഷേ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് കുറയ്ക്കണം. ഐ വിൽ. ഓക്കെ. ഞാൻ അപ്പം നമ്മൾ പറഞ്ഞെന്താണ്, ഇങ്ങനെ പൊട്ടിപ്പാളിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ വേറൊരു ഒരു ഫ്രണ്ട് വന്നിട്ട് അവളുടെ വിഷമം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വിഷമം ഇങ്ങനെ ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പോയിരുന്ന് കുഴപ്പമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര തെറാപ്പിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കും. പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, പേരൊന്നും ഞാൻ പറയണില്ല, അവക്കൊക്കെ നല്ലോണം അറിയാം. കാരണം ഇവിടെ ഞാനൊരു സെറ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടായി. ഈ കരയില്ലേ നീ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഈ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുക. ഞാൻ ടിഷ്യൂ പേപ്പർ തീർന്നു. ആ സമയത്ത് ഞാൻ പൊട്ടി പളിച്ചിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനൊരു ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ട് തെറാപ്പിസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഐ ഹാവ്. നെവർ ഹാവ് ഐ എവർ ഗിവൺ അമേസിങ് അഡ്വൈസ്. ഐ ഡോണ്ട് ഫോളോ മൈസെൽഫ്. ഐ ഹാവ്. ഞാൻ മെയിനായിട്ട് പറയുന്ന അഡ്വൈസ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്തവർ നമുക്കും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ അത് അവർ മൈൻഡ് ചെയ്തു അല്ലെങ്കിൽ അത് അവർക്ക് ഹേർട്ടാവും അല്ലെങ്കിൽ അവരത് എന്ത് വിചാരിക്കും, നമുക്ക് ഇഷ്ടം ചെയ്യാണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷെ അത് ഫോളോ ചെയ്യാറില്ലായിരുന്നു അൺടിൽ ഒരു 2 ദിവസം ബാക്ക് വരെ. പക്ഷെ ഇപ്പം ഞാൻ നല്ലോണം അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം ചെയ്ത് തുടങ്ങുന്നുണ്ട്. പക്ഷെ ആ ഒരു അഡ്വൈസ് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Never have I ever kept everyone's secret but had no one to share mine. I have. I have.
ഇല്ല, ഞാൻ എല്ലാവരും എന്റെ അടുത്ത് പറയല് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം മീൻസ് അത് ഭയങ്കര ഒരു സീക്രട്ട് ആണ്. അതായത് ഇപ്പം അതായത് മെസ്സേജ് ഇപ്പൊ ഞാൻ ഗ്ലോറി ഇപ്പൊ എനിക്ക് മെസ്സേജ് പറഞ്ഞു, ഗ്ലോറി പറയാണ് ഞാൻ മെസ്സേജ് ചെയ്യാൻ അടുത്ത് പറയില്ല. പക്ഷെ അത് വലിയൊരു സീരിയസ് അല്ലല്ലോ. പക്ഷെ അണ്ടിൽ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഒരു ഭയങ്കര സീക്രട്ടൊക്കെ എൻ്റെ അടുത്ത് പറയാൻ ഞാൻ പറയാതിരിക്കില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഞാൻ പറയാതിരിക്കും എന്നല്ലേ, പറയാതിരിക്കും, ഞാൻ പറയുന്നില്ല ഇങ്ങനെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹാഡ് നോ വൺ ടു ഷെയർ മൈൻ. ഇല്ല, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കറണ്ടായിട്ട് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഐ ഷുഡ് റിക്കവർ ബൈ മൈസെൽഫ്. ഓക്കെ, ബൈ മൈസെൽഫ്. അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ നമ്മൾ സ്വന്തമായിട്ട് അത് ഹീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ആക്കുന്നുണ്ട് ഇപ്പൊ. നെവർ ഹാവ് ഐ ആക്ടഡ് ഫൈൻ സോ ദാറ്റ് നോ വൺ വറീസ് അബൌട്ട് മീ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നെവർ ഹാവ് ഐ എവർ സ്റ്റേഡ് ക്വൈറ്റ് ഇൻ എ ഫൈറ്റ് ജസ്റ്റ് ടു അവോയ്ഡ് ഹേർട്ടിങ് അതേഴ്സ്. ഐ ഹാവ്. ഞാൻ അങ്ങനെ ഒരു അടി നടക്കുമ്പം എന്റെ സിറ്റുവേഷൻസ് ഭയങ്കര ക്ലിയർ ആണെങ്കിലും ആ രണ്ടുപേരുടെ ഇടയിൽ അടി നടക്കുമ്പം ചിലപ്പോൾ ഞാൻ ആ ഒരു സീൻ ഉണ്ടാവില്ല, അപ്പം ഞാൻ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പം ഞാനും രണ്ടാമതൊരാളും കൂടെ അടി ഉണ്ടാകുമ്പോൾ എന്റെ ഭാഗത്ത് ശരിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ അയാൾക്കത് ഈഗോ ഹേർട്ട് ചെയ്യും, അയാളത് ഹേർട്ട് ചെയ്താലൊന്നും കരുതിയിട്ട് ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഐ ഹാവ് ഐ എവർ ഓവർ തോട്ട് എ സിമ്പിൾ കെ മെസ്സേജ് ഓക്കെ എന്നുള്ളത്. ഐ ഹാവ്. ഗൈസ്, എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ മെസ്സേജ് ബ്ലൂട്ടിക്ക് വേണ്ടി എനിക്ക് റിപ്ലൈ ഇട്ടാതിരിക്കണം. എനിക്ക് ഭയങ്കര ഇങ്ങനെ വരുന്ന സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ഓക്കെ ഈ സാധനങ്ങളെ കഴിക്കണത് ഭയങ്കര ഇങ്ങനെ ദേഷ്യം വരണ സാധനമാണ്. എനിക്കാണെങ്കിൽ കാണാൻ ഇങ്ങനെ അടിച്ചു വെച്ചെടുക്കാനൊക്കെ തോന്നും. അങ്ങനെയൊക്കെ കാണിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണം ഇങ്ങനെ മെസ്സേജ് അയക്കണവരെയൊക്കെ. അപ്പം എനിക്കതൊക്കെ പ്രശ്നം ഞാൻ ഇരുന്ന് ചിന്തിക്കും. ഇപ്പൊ ഞാൻ കഴിച്ചായിരുന്നാന്ന് ചോദിക്കും. ഞാൻ കഴിച്ചിരുന്ന വലുതായിട്ട് എല്ലാവരുടെ ചോദിക്കാറൊന്നുമില്ല. പിന്നെ സപ്പോസ് ഇപ്പൊ കഴിച്ചായിരുന്നാന്ന് ചോദിക്കുമ്പോ പറയുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ആദ്യം ഞാൻ ഇങ്ങനെ ദേഷ്യം വരും. രണ്ടെന്ന് ചോദിക്കും എന്തുകൊണ്ട് ഇപ്പൊ ഉമ്മെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ തമ്മിൽ, അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കും. പിന്നെ എനിക്ക് ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ എനിക്കൊരു എന്താ എനിക്ക് എന്റെ ഒരു മറ്റേ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെയായി എനിക്ക് ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ. നെവർ ഹാവ് ഐ എവർ ഗോസ്റ്റഡ് സമ്മൺ ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ ഹൗ ടു റിപ്ലൈ എ ഹായ്. അതായത് എനിക്ക് ചില ആൾക്കാർക്ക് മെസ്സേജ് ഇടുമ്പം മീൻസ് ഇവർക്ക് എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന് എനിക്ക് ഞാൻ നോട്ടിഫിക്കേഷനിൽ കാണും. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. എനിക്ക് ഇവർക്ക് ചില സമയത്ത് എനിക്ക് ഇവരോട് സംസാരിക്കാൻ താല്പര്യം ഒന്നുകിൽ നെഗറ്റീവ്സ് ആയിരിക്കും. അതായത് ഇവരോട് സംസാരിച്ചാൽ എന്റെ പോസിറ്റിവിറ്റിയും കൂടെ പോകും എന്നുള്ളവരാ. അല്ലെങ്കിൽ രണ്ടാമത് ഇവരുടെ അടുത്ത് ഞാൻ എന്തോന്ന് പറയാനാണ് അങ്ങനെയുള്ളവർ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ മൂടില്ല. ഇതിൽ മൂന്നിലേതെങ്കിലും കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും ആ ഒരു കൂട്ടം. അപ്പം മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ എന്ത് അർക്കൈവിൽ പിടിച്ച് പെട്ടെന്ന് അർക്കൈവിൽ പിടിച്ചു നിൽക്കും. എന്ന് വെച്ചാൽ എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്ത് റിപ്ലൈ കൊടുക്കണം, ഇപ്പൊ എന്ത് കൊടുക്കണം, ഇങ്ങനെ ഈ തിങ്ക് ചെയ്ത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ തിങ്ക് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് അയക്കുന്ന ടൈം ഞാൻ മൊബൈലുണ്ടെങ്കിൽ സ്പോട്ടിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെ തിങ്ക് എന്തായിരിക്കണം, എന്ത് ചെയ്യണം, ഇങ്ങനെ തിങ്ക് ചെയ്ത് അയക്കും. ചിലപ്പോൾ ഞാൻ അയക്കാറും, ചിലപ്പോൾ ഞാൻ മെസ്സേജ് അങ്ങനെ ഇട്ടേക്കും, നോക്കാറുമില്ല. പിന്നെ കുറെ താഴോട്ടൊക്കെ പോകണം ഞാൻ മനഃപൂർവ്വം അയക്കാത്തത്, താഴോട്ട് പോകണത് റിപ്ലൈ എടുക്കാത്ത. പക്ഷെ ഇങ്ങനത്തെ അത് ഞാൻ ഒരിക്കലും കൊടുക്കില്ല. അങ്ങനെ താഴോട്ട് പോണവർക്ക് ഞാൻ റിപ്ലൈ ഇങ്ങനെ കാണുമ്പോൾ കൊടുക്കും. ഈ ഇങ്ങനെ അതിന്റെ അടുത്തിടണവരെ ഞാൻ ഒരിക്കലും കൊടുക്കില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹാവ് ഐ എവർ ഓപ്പൺ ദ ഫ്രിഡ്ജ് ആൻഡ് ഫോർഗോട്ട് വാട്ട് ഐ വാണ്ടഡ്. ഐ ഹാവ്. അതായത് ഇങ്ങനെ തുറക്കാൻ പോകുമ്പോൾ എനിക്ക് അറിയായിരിക്കും എനിക്ക് ആ സാധനമാണ് വേണ്ടത്. പക്ഷെ തുറന്നു കഴിഞ്ഞിട്ട് വേറെ സാധനം കാണുമ്പോഴത്തേക്ക് ഞാൻ എടുക്കും. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കാൻ നേരത്തായിരിക്കും ഞാനിപ്പോൾ ഇതല്ലല്ലോ ഞാൻ എന്തിനാ തുറന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഗൈസ്. നെവർ ഹാവ് ഐ എവർ ഡാൻസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ ആൻഡ് ഫെൽറ്റ് ലൈക്ക് എ മൂവി സ്റ്റാർ. ഐ ഹാവ്. ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു 10ാം ക്ലാസ് +2 ഒക്കെ പഠിക്കും. 18 +2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൊറോണ സമയത്തേക്കുമ്പം മിററിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഹായ് ഗായ്സ്, ഞാൻ അപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ യൂട്യൂബ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇവിടെ പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതെ ഞാൻ അവിടെ പോലും കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇന്റർവ്യൂ ആ മിറർ എന്ന് വെച്ചാൽ എൻ്റെ ഇന്റർവ്യൂറും ഞാൻ ഇങ്ങനെ ആൻസേഴ്സ് പറയുന്ന ആളായിട്ട് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. നെവർ ഹാവ് ഐ എവർ റീവാച്ച്ഡ് മൈ ഓൺ സ്റ്റോറി ടു സീ ഹൗ ഐ ലുക്ക്. ഐ ഹാവ്. അതായത് എന്റെ സ്റ്റോറി ഏറ്റവും കൂടുതൽ കാണാൻ ഞാൻ തന്നെ ആയിരിക്കും. അത് 24 hour കഴിഞ്ഞ് പോകുന്നിടം വരെ ഇരുന്ന് ഇങ്ങനെ
അത് എടുക്കും കാണും ഇങ്ങനെ 24 hour പോകുന്നിടം വരെ ഇരുന്ന് കാണും. ഞാൻ ഇടുന്ന സ്റ്റാറ്റസ് ആണെങ്കിലും ഒത്തിരി ടൈം കാണുന്നത് ഞാനായിരിക്കും. സോ ഐ ഹാവ് ഗൈസ് മൾട്ടിപ്പിൾസ് ഓഫ് ടൈം. I have read the terms and conditions without reading. I have ഈ ഞാൻ എന്ത് ആപ്പ് എടുത്താലും നമ്മളിപ്പോൾ എന്തെടുക്കണമെങ്കിലും ഇങ്ങനൊരു വലിയൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഐ അഗ്രി വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് വായിക്കും. കാരണം ഞാൻ ഇതുവരെ വായിച്ചില്ല. എനിക്കൊരു ആഗ്രഹം കേസ് അത് എന്താണെന്ന് വായിക്കണം. ഞാൻ അടുത്ത വർഷം വരണമെങ്കിൽ ഇരുന്ന് വായിക്കാം. മടിയാണ്, പറ്റില്ല. Never have I ever said I will sleep early tonight and stayed up till 3 AM. നെവർ. കാരണം അങ്ങനെ പറഞ്ഞിട്ടൊരു 3 മണിയായിരുന്നു ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ കുറച്ച് ജെനുവിനായിട്ട് ഇവിടെ ആരോ പോയി കള്ളത്തരം പറഞ്ഞൊന്നും ഞാൻ ഇരിക്കാറില്ല. പക്ഷെ അങ്ങനെ അത്ര ടൈമൊക്കെ ഇരുന്നില്ല. പക്ഷെ ഞാൻ ഉറങ്ങാൻ പോകണമെന്ന് കള്ളത്തരൊന്നും പറഞ്ഞിട്ടിരിക്കാം. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രൂത്ത്ഫുൾ ഗൈസ്, ട്രൂത്ത്ഫുൾ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെവർ ഹാവ് ഐ എവർ ഫേക്ക് ലാഫ്ഡ് ആൻഡ് എൻഡഡ് അപ്പ് ലാഫിംഗ് ഫോർ റിയൽ. ഞാൻ ഫേക്ക് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ സമയത്ത് എനിക്ക് ഫസ്റ്റ് എന്താണ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എല്ലാവരും ചിരിക്കും, അപ്പം ഇന്ന് ചിരിക്കാണ്, അവർക്ക് ഇനി ഫീൽ ആയാലോ. പക്ഷെ ഇത് ചിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അടുത്തതാണ് ഗൈസ് എന്താണ് സംഭവം ചിരിച്ചു കഴിഞ്ഞിട്ട് അടുത്താണ് നമ്മൾ മനസ്സിലാക്കണത്. ചിലപ്പം ഈ അച്ചുവിൻ്റെ ഇടയൊക്കെ പോയിരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് ചിരി കാണാൻ എനിക്ക് അച്ഛൻ ചിരിച്ചിട്ട് നിർത്തൂല. അപ്പം അവളുടെ ചിരി കണ്ട് ഞാൻ ചിരിക്കാറുണ്ട്. സോ വീണ്ടും കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പം ഈ ഒരു സെക്ഷൻ ഇപ്പം ChatGPT എഡിഷനിൽ നെവർ ഹാവ് ഐ എവർ ചെയ്തതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊള്ളാവോന്ന് ചോദിച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റി കൊള്ളാം, നല്ല രസമല്ലേ. സാധാരണ നെവർ ഹാവ് ഐ എവർ 2 ആൾക്കാരോട് ചെയ്യണം. എനിക്ക് ChatGPT ചെയ്യാനാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുള്ള കാര്യമൊക്കെ എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ കൈൻഡ്ലി ഡു ദ സബ്സ്ക്രിപ്ഷൻ. പിന്നെ എന്താണ് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത മെസ്സേജസ് വരുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരും. എല്ലാ ദിവസവും 6 മണിക്ക്, എല്ലാ ദിവസവും 1 ഇടവിട്ടുള്ള ദിവസങ്ങൾ 6 മണിക്ക് വ്ളോഗ് അപ്ലോഡ് ആവുന്നതാണ്. അപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ്, അതായത് നെവർ ഹാവ് ഐ എവർ ഇങ്ങനത്തെ ഗെയിം പോലത്തെ വീഡിയോസ് ഒക്കെ ChatGPT എഡിഷനിൽ ഇനി വേണമെങ്കിൽ അതും കൂടെ പറഞ്ഞു കേട്ടോ. കോമന്റ് സെക്ഷനിലോ എൻ്റെ DM-ലൊക്കെ ഒന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ പുതിയ വീഡിയോസ് വരുന്നതിലേക്കും. ബൈ ബൈ, സീ യു, ബൈ.